ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വേസ്റ്റായിട്ട് വരുന്ന ഇങ്ങനെ ബാക്കി വരുന്ന തുണി കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ്. ഒരു കഫ്താൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് തുണി. ഇതൊരു 1 മീറ്റർ തികച്ചില്ല, അത്രയ്ക്ക് കുറച്ച് തുണി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ തുണി ആദ്യം ഇതുപോലെ 2ആയിട്ട് മടക്കി, പിന്നെ ഇതേപോലെ ഒന്ന് മടക്കി, അങ്ങനെ 4ആയിട്ടൊന്ന് മടക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും നമ്മളൊരു ടോപ്പ് വെച്ചിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് അളവല്ല മാർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട്, അതായത് മടക്കി അടിക്കണമല്ലോ, അതും കൂടെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കഫ്താൻ ടോപ്പാണ് അടിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ ഷോൾഡറിൻ്റെയോ അങ്ങനത്തെ ഒരളവും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോൾ ഇത് ഇവിടെ കാണിക്കുന്നില്ലേ, ഇവിടുന്ന് തൊട്ട് താഴോട്ട് ഒരു കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഒരു സർക്കിൾ പോലെയാണ് വരയ്ക്കേണ്ടത്, പക്ഷേ അത്രയും കറക്റ്റ് തുണി ഇല്ലാത്തതുകൊണ്ടാണ് കറക്റ്റ് സർക്കിളായിട്ട് വരില്ല. പക്ഷേ ഒരു ഓവൽ ഷേപ്പിലൊക്കെ ആയിട്ടായിരിക്കും ഇതിപ്പോൾ നൂർത്തുമ്പോൾ അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ വരച്ചു കൊടുത്ത ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഉണ്ടാകും. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ലേ, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ നെക്കും അതേപോലെ തന്നെ ഈ അറ്റത്തും ഒക്കെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നെക്കും അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഷേപ്പ് ഒന്ന് നോക്കുക. ഇതേപോലെ ഒരു ഡ്രസ്സ് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക. ഈ ഡ്രസ്സ് കുറച്ച് കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ അതല്ല, നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ഡ്രസ്സ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ടായിട്ടാണ് ഞാൻ അളവെടുക്കുന്നത്. അതായത് ആം ഹോൾ തൊട്ടിട്ട് താഴെ വരെ നമുക്ക് വേണ്ട ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വരച്ചതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതായത് ഈ കറക്റ്റ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രസ്സ് ഇതുപോലെ ഉണ്ടാകും. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അതും കുറച്ച് തുണി മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം.